ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബണ്ണിന്റെ റെസിപ്പി ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു റോസ് ഷേപ്പിലുള്ള ബണ്ണാണ് കാണിക്കുന്നത്. ഒരു ആപ്പിൾ ഫില്ലിംഗ് കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാനതിന് പേരിട്ടിട്ടുള്ളത് റോസ് ബൺ വിത്ത് ആപ്പിൾ ഫില്ലിംഗ് എന്നാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ റോസ് ബണ്ണ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1.5 കപ്പ് പാലാണ്. 1 കപ്പ് നമുക്ക് മാവ് കുഴച്ചെടുക്കാനും 1/2 കപ്പ് പാല് നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കാണ്ട് നമ്മുടെ ബണ്ണ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അതിലാണ് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ തൈരാണ്. പുളിയില്ലാത്ത തൈര് എടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ്. പിന്നെ 2 ടീസ്പൂൺ ഈസ്റ്റാണ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒലിവ് ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. ഇതിന് പകരം നിങ്ങൾ ബട്ടർ ചേർക്കുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏതെങ്കിലും ഒരു ഓയിൽ ചേർക്കുക. ഞാൻ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ്ങിന്, ആപ്പിൾ ഫില്ലിങ്ങിന് വേണ്ടത്. ഇനി ഇതിന് ആപ്പിൾ ഫില്ലിങ്ങിന് വേണ്ടത് ഞാൻ 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്, 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ നമുക്ക് പട്ട പൊടിച്ചത്, നമ്മുടെ കറുവപ്പട്ടയാണ്, അത് പൊടിച്ച പൊടി. ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ജാതിക്കൻ്റെ പൊടി യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഇതാണ് ഫില്ലിങ്ങിന് വേണ്ടത്. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പാന് അടുപ്പത്ത് വെക്കുക, സ്റ്റൗ ഓൺ ആക്കിയിട്ട് നമ്മളെടുത്ത് വെച്ച 1/2 കപ്പ് പാൽ ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് വെള്ളത്തിലും ചെയ്യാം, പാലിൽ ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടി തന്നെ, നമ്മളെ മൈദ തന്നെ 1 ടീസ്പൂൺ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് കട്ടല്ലാണ്ടൊന്ന് ഇളക്കിയൊന്ന് കുറുക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ബണ്ണ് നല്ല സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾ പാലിലല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലും ഈ പൊടി നിങ്ങൾക്ക് ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ഇത് നന്നായിട്ട് ഞാൻ കുറുക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഈ പൊടിക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ മിക്സ് കുറുക്ക് ഇതിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ നമുക്ക് 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അധികം പുളിയില്ലാത്ത തൈര് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളിയുള്ള തൈര് എടുക്കരുത്, അപ്പോൾ അത് പുളിയായി പോവും. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പ്, പിന്നെ വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യുക, ഓയിലോ ബട്ടറോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാല്, ഇത് കുറഞ്ഞ ചൂടുള്ള പാലായിരിക്കണം, തണുത്ത പാല് ഉപയോഗിക്കരുത്. ഈ പാല് നമുക്ക് കുറേശ്ശായിട്ടൊന്ന് ഒഴിച്ചിട്ട് നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിനേക്കാളും കുറച്ച് ലൂസായിട്ട് കുഴക്കുക, ഈസ്റ്റുള്ളതുകൊണ്ട് പൊങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് പാലിന്ന് 3/4 കപ്പ് മാത്രമേ എനിക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. തൈരത്തെ വെള്ളം അതുപോലെ ഓയിലും ഒക്കെ കൂടെ ഉണ്ടായതുകൊണ്ട് ഇപ്പം 3/4 കപ്പ് പാലാണ് ഇതിന് കറക്റ്റായിട്ട് ആവശ്യമുള്ളത്. ഞാൻ 1/4 കപ്പ് ബാക്കിയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഓയിൽ തടവിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഇത് നമുക്ക് നന്ന തുണി വെച്ചിട്ട് അല്ലെങ്കിൽ റാപ്പ് വെച്ചിട്ട് കവർ ചെയ്യാം. ഞാനൊരു പാത്രം വെച്ചിട്ടാണ് അടിച്ചു വെക്കുന്നത്. നമുക്കൊരു 2 മണിക്കൂർ വെക്കാം. ചൂടുള്ള സ്ഥലത്താണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി കിട്ടും ഈസ്റ്റ്. അല്ലെങ്കിൽ ചൂടുള്ള ഏതെങ്കിലും സ്ഥലത്ത് വെക്കുക, അടുപ്പിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും വെക്കുക. 2 മണിക്കൂർ കഴിയട്ടെ.
ആപ്പിൾ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. ഞാൻ ആ 2 ആപ്പിളും തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഈ പാനിക്ക് ഇടാം. ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഉരുകി തുടങ്ങിയിട്ട് നമുക്കൊന്ന് ചെറിയ തീയിലിട്ടിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആപ്പിളത്തെ വെള്ളവും പഞ്ചസാരയും കൂടെ ഒന്ന് മിക്സ് ആവട്ടെ. നമുക്ക് അടുപ്പൊന്ന് തുറന്നു നോക്കാം. ആപ്പിളിൻ്റെ വെള്ളവും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇതിൽ നമ്മളൊരു തുള്ളി വെള്ളം ചേർത്തിട്ടില്ല. ആപ്പിളിൽ നിന്ന് വന്നിട്ടുള്ള ആ വെള്ളം തന്നെയാണ്. വെള്ളം ഒരു തുള്ളി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആപ്പിളും പഞ്ചസാരയും മാത്രമാണ്. നമുക്കൊന്ന് വറ്റോളൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ പട്ടൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പട്ടി ആപ്പിൾ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് ആപ്പിൾ പൈ ഒക്കെ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റ്. ഇതിങ്ങനെ വെറുതെ കോരി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ഈ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് ഓഫ് ചെയ്യാം. ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി പോവും. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മാവൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കുഴച്ച് വെച്ച മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. നമ്മളിതുപോലത്തെ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചിട്ട് ഇതിലിട്ടിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. പ്ലേറ്റിലിട്ട് പരത്തി എന്തായാലും ശരിയാവില്ല. നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമുക്കൊരു റോളർ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. കുറച്ച് പൊടി ഇട്ടിട്ട് തന്നെ പരത്തിയെടുക്കുക. അത് ഒട്ടും പെട്ടെന്ന്. നമ്മൾ ഈസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടുന്നത്. അപ്പോൾ കുറച്ച് പൊടി ഇങ്ങനെ വെതറി കൊടുത്തിട്ടൊന്ന് പരത്തിയെടുക്കുക. അങ്ങനെ നമ്മളിത് പരത്തിയെടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടി തന്നെ പരത്തിയെടുക്കുക. ഇനി നമുക്കിതൊന്ന് ഒരു റൗണ്ട് സർക്കിളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് പെറ്റൽസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതുപോലത്തെ ഒരു കേക്ക് ടിൻ എടുത്തിട്ട് അതിലൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനത് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ സ്റ്റൗവിൽ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന മാതിരി തന്നെയാണ്. ഞാനിത് ഓവനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്കൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാനിത് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ പീസായിട്ട് എടുക്കാം. അങ്ങനെ ഓരോ ഇതായിട്ട് റൗണ്ടുള്ളത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഒന്നും കൂടെ ഞാൻ അടുത്തതാക്കിയിട്ട് ഒന്നുകൂടെ കുഴച്ചിട്ട് പരത്തിയിട്ട് ഇതുപോലത്തെ സർക്കിളാക്കിയിട്ട് എടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സർക്കിള് ഓരോന്നോരോന്നായിട്ട് നമുക്കിത് ഓരോന്നായിട്ടിങ്ങനെ ഇതിനോടിങ്ങനെ ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. ഞാനൊരു 3 വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 4 വേണമെങ്കിലും ചെയ്യാം. നമ്മളിതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആപ്പിളിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, ഇത് ജാമാക്കിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ജാമ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇത് ഈ പീസ് വേണ്ടെന്നുള്ളവരൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. ഞാനിത് കടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചിങ്ങനെ പീസാക്കി എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതിൽ ഒന്ന് തേച്ച് കൊടുക്കാം. നമ്മൾ ഈ ആപ്പിൾ ഫില്ലിങ് വെച്ചത് നമുക്കൊന്ന് റോൾ ചെയ്യാം. നമ്മൾ റോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ നമുക്ക് ഒരു കത്തി എടുത്തിട്ട് ഈ സെൻറ്റർ ഒന്നിങ്ങനെ കട്ട് ചെയ്യാം. ഇനി ഇത് നമ്മളെ കയ്യിലെടുത്തിട്ട് ഇതിൻ്റെ അടിഭാഗം
ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ഫില്ലിങ് പുറത്ത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മേൽഭാഗം ഈ പെറ്റൽസ്, ഈ റോൾ ചെയ്തിട്ടുള്ള ഈ പെറ്റൽസ് നമുക്കൊന്ന് ശരിയാക്കി കൊടുക്കാം. ആക്കി വെച്ചിട്ടുള്ളത് നമുക്ക് ഈ ഓയിൽ ഗ്രീസ് ചെയ്ത് ടിന്നക്ക് വെച്ച് കൊടുക്കാം. എന്നാൽ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. അങ്ങനെ ബാക്കിയുള്ളത് മുഴുവൻ നമുക്ക് അതുപോലെ ഒന്ന് പരത്തിയിട്ട് 3 വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് ഇതേപോലെ സെൻറ്റർ കട്ട് ചെയ്യാം. ഇതിൻ്റെ അടിഭാഗം ഫില്ലിങ് പുറത്തേക്ക് വരാണ്ടൊന്ന് ചുരുട്ടി കൊടുക്കുക. ഇതിൻ്റെ മേൾഭാഗം പെറ്റൽസൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക. നമുക്കിങ്ങനെ വെക്കാം. ഇങ്ങനെ മൊത്തം നമ്മൾ പരത്തി ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 20 മിനിറ്റും കൂടെ നമുക്കൊന്ന് മൂടി വെക്കണം. ഇനി ഇത് പരത്തിൻ്റെ ബാക്കി ഒരൊറ്റ പീസ് എനിക്ക് ബാക്കിയുണ്ടായി. അതിന് ഇനി 3 വെക്കാനില്ല. അപ്പം ഞാനിതൊരു മോൾഡിൽ വെച്ചിട്ട്, ഞാനിതുപോലത്തെ ഒരു മോൾഡിൽ വെച്ചിട്ട് ഇതിൽ ഫില്ലിങ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിതൊക്കെ ഫില്ലിങ് വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതും കൂടെ ഈ കൂട്ടത്തിൽ വെച്ചിട്ട് ഞാൻ ബേക്ക് ചെയ്യാണ്. ഇത് നമുക്കൊരു 20 മിനിറ്റ് ഒന്ന് അടിച്ചു വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്യാം. ഒരു 20 മിനിറ്റ് ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതൊന്ന് തുറന്നിട്ട് ഇതിൻ്റെ മേലെ ഒന്നുകിൽ പാല് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ പാലാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ എടുത്ത പാലിൽ തന്നെ ബാക്കി ഉണ്ടായിരുന്നു. ഇതിൻ്റെ മേലെ ആ ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യാം. ഇത് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവൻക്ക് നമുക്കൊരു 20 മിനിറ്റ് വെച്ച് കൊടുക്കാം 170 ഡിഗ്രിയിൽ. ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ റോസ് ബണ്ണ് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബണ്ണാണിത്. നമ്മൾ വെറുതെ ബണ്ണ് കഴിക്കുന്ന പോലെയല്ല. ഇതിൽ ആപ്പിൾ ഫില്ലിംഗ് കൂടെ വന്നതോടെ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. ഇത് ഓവനില്ലാതെ നിങ്ങൾക്ക് ബേക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ ബേക്ക് ചെയ്യാം. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.